ഇതൊക്കെ ലാടടിക്കാൻ നമ്മളെ അലിമോൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ടൂൾസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പൊ അലിമോന് ജസ്റ്റ് ഒരു കുതിരന്റെ ലാടടിക്കണമെന്ന് കാണിച്ചാൽ അലിമോൻ എന്തെങ്കിലും വിശേഷം? സുഖല്ലേ? സുഖമായിട്ട് പോകണം അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് ഒരു കാല് ലാടടിക്കണമെന്ന് കാണാം അല്ലെ? ജസ്റ്റ് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ. ഒരു കുതിരന്റെ കാലിന് ലാടടിക്കുമ്പോഴേ അതിന് ഓൾറെഡി ഉള്ള ലാടം റിമൂവ് ചെയ്തിട്ട് എങ്ങനെ അടിക്കുന്ന ഒരൊറ്റ ഒരു വീഡിയോ ജസ്റ്റ് കാണിച്ചിട്ട് ഒരു കാലിന് ലാടടിക്കണേ നമ്മൾ അലിമോനാണിത്. അലിമോൻ വന്നിട്ടുണ്ട് ഫെയർ ലാടടിക്കാൻ വേണ്ടി. അപ്പോൾ ഓൾറെഡി ഉള്ള ലാടം അതിമൊന്ന് ഊരാണ്, റിമൂവ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ ഒറ്റ കാലിലത് വാലുകൊണ്ട് തട്ടുണ്ട്. ഇവിടെ വാലങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഈ ലാടപ്പ് ഇതാ ഊരെടുത്ത് അതിന് പ്രത്യേക ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ കണ്ട് പഠിക്കേണ്ടതല്ല, ഇത് നമ്മൾ പ്രത്യേക കോഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പഠിക്കേണ്ട സംഭവമാണ്. ആ ലാട റിമൂവ് ചെയ്തിട്ട് വി ഷേപ്പിന്റെ അവിടെ അലിമ ചെത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെത്ത് പറഞ്ഞാൽ അവിടെയൊക്കെ ഊഫിന്റെ ഓരോ ഇത് കുളമ്പ്, അതായത് കുതിരക്ക് നമ്മൾ ഊഫ് എന്നൊക്കെ പറയും. അപ്പോൾ അതിങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ലെവലാക്കി എടുക്കുകയാണ്. ഇവിടെ വളർന്ന ഊഫ് കട്ട് ചെയ്യണ സിസ്റ്റമാണിത്. ഇതുകൊണ്ട് ഞങ്ങൾ ഏകദേശം എത്രത്തോളം കട്ട് ചെയ്ത് കേട്ടോ. വളർന്ന ഊഫ് ഇതാ ഏകദേശം ഈ കട്ടിയിൽ തന്നെ അത് റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ലെവലാക്കണം, ലാടടിക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ്. ഇപ്പോൾ ലാടടിക്കാൻ വേണ്ടി ഈ ലാടെന്ന് പറഞ്ഞ ഈ കാണുന്ന ഇരുമ്പാട്ടോ, ഇത് അടിച്ച് ഷേപ്പാക്കി ലെവലാക്കിയിട്ട് വേണം. അത് കുതിരൻ്റെ കാല് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ലെവലാക്കും. എത്രത്തോളം വീതി ഉണ്ടോ കുതിരൻ്റെ ഊഫിനനുസരിച്ചുള്ള ലാടത്തിൻ്റെ അതേ കൺട്രോൾ ലെവലാക്കിക്കൊണ്ടിരിക്കട്ടെ നമ്മൾ അലിമോനെ. ഇത് പ്രത്യേക ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട സംഭവമാണ്. നമ്മൾ ഇന്ത്യയിൽ രാജസ്ഥാനാണ് ഇതിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ എടുത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ നേടിയ ഒരാളാണ് നമ്മളെ ഫെയറായിട്ടുള്ള അലി. അപ്പോൾ ഈ ലാടം ലെവലാക്കിയിട്ടാണ് കുതിരൻ്റെ കാലിനടിക്കുക. അതായത് ഞാൻ മൊത്തത്തിൽ ജസ്റ്റ് ഞങ്ങൾക്ക് ഒരൊറ്റ കാലിന് ലാടടിക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ സെൻറ്ററിൽ ചെറിയൊരു കട്ടിങ് കൊടുക്കുകയാണ്. ലാടായ്മൊന്ന് ലെവലിൽ നിൽക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു കട്ടിങ്ങാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഊഫിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൊടുക്കും, ചിലത് സൈഡ് ഭാഗത്ത് കൊടുക്കും. അത് അവരുടെ ലെവൽ നോക്കിയിട്ടാണ് കൊടുക്കുക. കുതിരക്ക് ഇവിടെ ബെറ്റർ അതിനനുസരിച്ച് കൊടുക്കും. ഇനി നമ്മൾ ലാഡ് എടുത്ത ടൈം വെച്ച് സൈസൊക്കെ കറക്റ്റ് ആണോ ലെവലാണോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വെച്ച് ഏകദേശം ലെവലല്ലാന്ന് കണ്ടോടുകൂടി വീണ്ടും അത് അടിച്ച് ഷേപ്പാക്കണ സിസ്റ്റാട്ടത്. വീണ്ടും അത് അടിച്ച് ഷേപ്പാക്കി കൊണ്ടിരിക്കുകയാണ്. അത് കാലിന് എപ്പോഴാണ് അത് കംഫർട്ട് അപ്പോഴാണ് അത് വെച്ചിട്ട് അടിക്കുക.
മൂപ്പര നോക്കി വീണ്ടും എടുത്തിട്ട് വീണ്ടും കുതിരന്റെ കാല് പിടിച്ച് വീണ്ടും അത് വെച്ചോണ്ടിരിക്കുക, ലെവലാണോ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതൊന്നുകൂടെ റെഡി ആവേണ്ട, വീണ്ടും അടിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കണേ. അത്രയും കൃത്യമായിട്ട് ലെവലായിട്ടാണ് കേട്ടോ കുതിരന്റെ കാലിന് ലാഡടിക്കുള്ളൂ. ഈ കാണുന്ന ഇരുമ്പ് വെച്ചിട്ട് അടിക്കുള്ളൂ. അത് കറക്റ്റ് ആവണം. ചെറിയ അങ്ങോട്ടോ ഇങ്ങോട്ടോ ബെൻഡ് ഉണ്ടെങ്കിൽ വരെ അവരെടുത്ത് മാറ്റും. അതൊക്കെ നമ്മൾ ഇതിന്റെ ഊഫ് ഉണ്ടല്ലോ, ഇതിന്റെ കാലിനെ ബാധിക്കും അതൊക്കെ. അതുകൊണ്ട് തന്നെ അത്രയും ക്ലിയർ ചെയ്തിട്ട് മാത്രമേ അത് അടിക്കുള്ളൂ. വീണ്ടും ഷേപ്പാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാടം വെച്ച് നോക്കി ക്ലിയർ ആണെന്ന് കണ്ടതിന് ശേഷം അതിൽ ആന അടിക്കും കേട്ടോ. ഇനി നമ്മൾ കുതിരന്റെ കാലിനെ ആന അടിക്കാൻ പോവാണ്. ഇതുണ്ടല്ലോ, ആന എടുത്തിട്ട് ഈ ആന അടിക്കണേലും കുറച്ച് ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിബന്ധന കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ആന അടിക്കാൻ പറ്റൂല, കറക്റ്റ് നോക്കിയിട്ട് തന്നെ ഇതിന്റെ ആന അടിക്കണം. അല്ലെങ്കിൽ ഊഫിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കുതിരന്റെ ഊഫ് കംപ്ലൈന്റ് ആവും. മാത്രമല്ല കുതിരക്ക് ഭയങ്കര പെയിനുള്ള സംഭവമാണത്. അതുകൊണ്ട് തന്നെ കുതിര തന്നെ ടയർഡായി ഡെഡ് വരെ ആവാൻ ചാൻസ് വരെ ഉണ്ട്. കാരണം ഊഫിൽ പൈപ്പോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം ആന എടുത്തിട്ട് ലെവല് നോക്കിയിട്ടാണ് അടിക്കുക. ഏകദേശം ഒരു കാലിന് 6 ആന അടിക്കും കേട്ടോ. 6-8 ആന വരെ അടിക്കാന്നാണ്, പക്ഷെ 6 ആന കുതിരന്റെ കാലിന് അടിക്കുള്ളൂ. അതിന് 4 ഹോളുകൾ ഉണ്ടാവും ഒരു സൈഡായിട്ട്. അങ്ങനെ ടോട്ടല് 10 ഹോൾ ഉണ്ടാവും അല്ലേ ലാടത്തിന്? അനുമാന സൈസിനനുസരിച്ചായിരിക്കും അല്ലെ. ഏകദേശം നോർമൽ ലെവലിൽ 3 ആന അടിക്കുക അല്ലേ. നമ്മള് ലാടടിച്ചു കഴിഞ്ഞിട്ട് ലാടപ്പം അടിച്ച് അതിന്റെ ആണി ഉണ്ടല്ലോ, അത് ഏകദേശം കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യേണ്ട സിസ്റ്റം ഉണ്ട് കേട്ടോ. എന്നാലേ ലാട് ഇതിന്മേ പവറിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഏകദേശം അതിന്റെ മുകൾ ഭാഗം കുറച്ച് കട്ട് ചെയ്തിട്ട് ആ ലാടം ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് ടൈറ്റ് ചെയ്യുന്ന ഒരു ടൂളാണത്. ഈ കാണുന്ന മുഴുവൻ ലാടടിക്കാനുള്ള ടൂളാട്ടോ. 1-2 ഒന്നല്ല, ഇതിന്റെ അടിയിൽ തന്നെ ഏകദേശം കുറേ ഉണ്ട്. ഇതൊക്കെ ലാടടിക്കുന്ന ഓരോ ടൂളുകളാണ്. അങ്ങനെ ഏകദേശം ഒരു കാലുമത്തെ ലാടം അടിച്ച് ഫുൾ ക്ലിയർ ആയിട്ട് കഴിഞ്ഞു.